Hello students, welcome to Resia's Family Math. So, in this video, we will do some of the important questions based on the chapter surface areas and volumes. That is, different kinds of prism some of the questions are discussed. So, let's get started. Okay, so let us move to our first question, and the question is, the base of a prism is an equilateral triangle. Okay, our prism. Okay, base എന്ന് പറയുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് ഓഫ് പെരിമീറ്റർ 15 സെന്റിമീറ്റർ. അപ്പൊ അതെന്ത് പ്രിസം ആയിരിക്കും? അതിന്റെ ബേസ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ അതൊരു ട്രയാങ്കുലർ പ്രിസം ആണ് അല്ലെ, ട്രയാങ്കുലർ പ്രിസം ആണ്. ആൻഡ് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഹൈറ്റ് 5 സെന്റിമീറ്റർ ആണെങ്കിൽ കാൽക്കുലേറ്റ് ഇറ്റ്സ് വോളിയം. ഓക്കെ, അപ്പൊ ഒരു പ്രിസത്തിന്റെ വോളിയം കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാ വരിക? ഓക്കെ, വോളിയം ഓഫ് എനി പ്രിസം, ഏതൊരു പ്രിസത്തിന്റെയും വോളിയം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഇറ്റ്സ് ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് ബേസ് ഏരിയ ആൻഡ് ഹൈറ്റ്. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, ഈ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ബേസിന്റെ ഏരിയ ഇല്ല, നമുക്ക് എന്താ ഉള്ളത്? ബേസിന്റെ പെരിമീറ്റർ ആണുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ബേസിന്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോ നമുക്ക് നോക്കാം, ഒരു ട്രയാങ്കുലർ പ്രിസം എന്ന് പറയുമ്പോഴത്തേക്കും അതെങ്ങനെയാണ് ഇരിക്കുക? ഓക്കെ, സപ്പോസ് അതിന്റെ രണ്ട് ബേസസ് എങ്ങനെയായിരിക്കും? ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബേസസ് ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും വരിക. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ രണ്ട് ഫേസസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എങ്ങനെയുള്ള ലാറ്ററൽ സർഫസുകളാണ്? റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ലാറ്ററൽ സർഫസുകളാണ് പരസ്പരം ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇവർ പറയുന്നത് ഈ ബേസ് ഉണ്ടല്ലോ, ഈ ബേസിന്റെ പെരിമീറ്റർ, ദാറ്റ് ഈസ് ഇതും 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 ഇത്രയും കൂടെ കൂട്ടുമ്പോൾ 15 സെന്റിമീറ്റർ ആണ് എന്ന് പറയുന്നു. ഓക്കെ, ആൻഡ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നു ഈ ബേസ് എന്താണ്? ഇക്വിലാറ്ററൽ ആണ്. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ? അതിന്റെ മൂന്ന് സൈഡുകളും പരസ്പരം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സപ്പോസ് ഇത് ഞാൻ എ എന്ന് എടുക്കുന്നു, ഇതും എ ആണ്, ഇതും എ ആണ്. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ, ഓക്കെ, സോ പെരിമീറ്റർ എന്ന് പറയുന്നത് എനിക്ക് എത്രയെന്നാ തന്നിട്ടുള്ളത്? പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 15 സെന്റിമീറ്റർ. ഈ പെരിമീറ്ററിനെ എനിക്ക് മറ്റൊരു തരത്തിൽ പറയാം, എന്താണ്? 3a. കാരണം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഒരേ മെഷർമെന്റ് ആയിരിക്കും അതിന്റെ മൂന്ന് സൈഡുകൾക്കും. സോ a ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആ ബേസിൽ വന്നിട്ടുള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് കിട്ടി. ഇനി നമുക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം? അതിന്റെ ഏരിയ, ദാറ്റ് ഈസ് കണ്ടുപിടിക്കാം. സൈഡ് ഉണ്ടെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. എങ്ങനെയാ കണ്ടുപിടിക്കുക? വി നോ ദാറ്റ് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ബേസ് ഏരിയ ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മുടെ ബേസ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √3a² ഡിവൈഡഡ് ബൈ 4 ഇങ്ങനെയാണ് വരാം. ഓക്കെ, സോ √3 ഡിവൈഡഡ് ബൈ 4 ഉണ്ട്. a എത്രയാ? 5. ഓക്കെ, സോ 5ന്റെ സ്ക്വയർ, അതായത് നമുക്ക് ഇങ്ങനെ കിട്ടും 25√3 ഡിവൈഡഡ് ബൈ 4 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് നമുക്ക് ബേസിന്റെ ഏരിയ കിട്ടുക. നെക്സ്റ്റ് വി നീഡ് ദ വോളിയം. ഓക്കെ, വോളിയം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് വി ക്യാൻ ടേക്ക് ദ വോളിയം ഓഫ് ദിസ് പ്രിസം ആസ് എ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് ബേസ് ഏരിയ ആൻഡ് ഹൈറ്റ്. അപ്പൊ നോക്കുക, Volume is equal to BH, base area into height, which is equal to, what is the base area? It is 25√3 divided by 4 into height എത്രയാണ്? നമുക്ക് 5 ആണ് ഹൈറ്റ് തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ലെറ്റ് മീ ചെക്ക്. നമുക്ക് 5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. സോ ഇൻറ്റു 5, ദാറ്റ് ഈസ് നമുക്ക് പറയാൻ പറ്റും 125√3 divided by 4, which is approximately equal to 54.06 centimeter cube. Okay, volume ആകുമ്പോൾ എപ്പോഴും cubic units ൽ വേണം റെപ്രസെന്റ് ചെയ്യാനായിട്ട്. Okay, clear. So we are continuing our series of discussion of some of the sample questions which are expected in our board exam of 2024 of class 10 CBSE mathematics. Okay, so ഈ ഒരു സമയത്ത് നിങ്ങളെ വളരെയധികം, that is ഒരു ലാസ്റ്റ് റൗണ്ട് റിവിഷനിലേക്കൊക്കെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന രണ്ട് ബുക്കുകളാണ്. സോ ഇതിൽ എന്താണുള്ളത്? ഒരു ബുക്ക് എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് ദ ലാസ്റ്റ് 10 സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓഫ് CBSE ബോർഡ്, ആൻഡ് രണ്ടാമത്തെ എന്ന് പറയുന്നത് 36 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ദ സബ്ജക്ട്സ് ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, സയൻസ്, social science. Okay, and in this book you are also provided with your language Hindi. Okay, so അപ്പോൾ ഈ ബുക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ബൈ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിരിക്കാം. So you can purchase from there. Okay, so let us move to the next question, and the question is,
A hexagonal hole of each side 2 meter is dug in the school ground to collect rainwater. എന്ത് ചെയ്യുന്ന ഒരു ഹെക്സഗണൽ ഷേപ്പിലുള്ള അതായത് 2 മീറ്റർ സൈഡ് ലെങ്ത്, ഓരോ സൈഡും 2 മീറ്റർ വരെ, ദാറ്റ് ഇസ് ഒരു റെഗുലർ ഹെക്സഗൺ ആണ് കേട്ടോ. ഓരോ സൈഡ് 2 മീറ്റർ എന്ന് എടുത്ത് പറയല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ സൈഡും 2 മീറ്റർ ലെങ്ത് വരത്തക്ക രീതിയിൽ എന്താണ് നമുക്ക് ഒരു ഹെക്സഗണൽ ഹോൾ ഉണ്ടാക്കണം. എവിടെയാണ്? സ്കൂളിലെ ഗ്രൗണ്ടിൽ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു കളക്ട് റെയിൻ വാട്ടർ. ഓക്കെ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് കേട്ടിട്ടില്ലേ? നെക്സ്റ്റ്, ഇറ്റ് 3 മീറ്റർ ഡീപ്. ഇതിന് എത്ര ആഴമുണ്ട്? 3 മീറ്റർ ആഴമുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് ഹാസ് വാട്ടർ 1 മീറ്റർ ഡീപ്. ഓക്കെ, ഇതിലിപ്പോ 1 മീറ്റർ ഉയരത്തിൽ എന്തുണ്ട്? വെള്ളമുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഒരു ഹെക്സഗണൽ ബേസും ടോപ്പും വരത്തക്ക രീതിയിലുള്ള ഒരു ഹോളാണ് ഇത്. 3 മീറ്റർ ആഴമുണ്ട്. ഓക്കെ, ഇതിന്റെ ഓരോ സൈഡ് 2 മീറ്റർ ആണ്. ആൻഡ് ഇതിലിപ്പോ 1 മീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വെള്ളം എത്ര ലിറ്റർ ഉണ്ട് എന്നാണ് ചോദിക്കുക. ദാറ്റ് ഈസ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആ വെള്ളത്തിന്റെ വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വെള്ളത്തിന്റെ വോളിയം ആണ് വേണ്ടത്. വോളിയം ഓഫ് വാട്ടർ, വോളിയം ഓഫ് വാട്ടർ വേണം. പക്ഷെ ഈ വെള്ളം എവിടെയാ ഉള്ളത്? വെള്ളമുള്ളത് ഹെക്സഗണൽ ഹോളിലാണുള്ളത്. സപ്പോസ് ഞാനൊരു ഹെക്സഗൺ വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതാ ഇങ്ങനെ ചിന്തിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒരു ഹെക്സഗൺ ഫസ്റ്റ് വരയ്ക്കാണ്. ബിക്കോസ് അതിന്റെ ബേസിനെ പറ്റി നമുക്കൊരു ധാരണ വേണമല്ലോ. ഓക്കെ, സോ ഹെക്സഗൺ ദാ ഇങ്ങനെയാണ് ഇരിക്കുക. ആൻഡ് നമ്മൾ റെഗുലർ ഹെക്സഗൺ ആണ് ഇവിടെ പറയുന്നത്. കാരണം ഓരോ സൈഡും 2 മീറ്റർ ഡീപ്പ് ആണ് എന്ന് പറയാം. ഓക്കെ, 2 മീറ്റർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വോളിയം ഓഫ് വാട്ടർ വേണം. ഹെക്സഗണൽ ബേസ് അല്ലേ ഉള്ളത്? ആണ്. അപ്പോ ഒരു ഹെക്സഗണൽ പ്രിസത്തിന്റെ രൂപത്തിലുള്ള ഒരു ഹെക്സഗണൽ ഹോൾ ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതിലിപ്പോ 1 മീറ്റർ ആഴത്തിൽ എന്തുണ്ട്? വെള്ളമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റുക വെള്ളത്തിന്റെ വോളിയം എന്ന് പറയുന്നത്, ആ വെള്ളം ഇപ്പൊ അതിൻ്റെ അകത്ത് ഇരിക്കുന്ന ഷേപ്പ് എന്താണ്? ഒരു ഹെക്സഗണൽ പ്രിസത്തിന്റെ ഷേപ്പിലാണുള്ളത്. അതായത് അതിന്റെ ബേസും ടോപ്പും എന്തായിരിക്കും? ഹെക്സഗണൽ ഷേപ്പിലും. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ആ ഡെപ്ത് ഓഫ് വാട്ടർ ഇൻ ദാറ്റ് ഹോൾ എത്രയാണ്? 1 മീറ്റർ ആയിരിക്കും. അങ്ങനെയാണ് അതിന്റെ വോളിയം കണ്ടുപിടിക്കാൻ നമുക്ക് എന്തെടുക്കാം? ബേസ് ഏരിയ. ഓക്കെ, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്ന ഫോമിലേക്ക് എടുക്കാം. പക്ഷെ ഈ ഹൈറ്റ് എന്തായിരിക്കണം? വോളിയം ഓഫ് വാട്ടർ ആയതുകൊണ്ട് അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് തിരുത്തി എഴുതണം. എന്താണ്? ഡെപ്ത് ഓഫ് വാട്ടർ എന്ന് വേണം എടുക്കാൻ. ഓക്കെ, ഡെപ്ത് ഓഫ് വാട്ടർ എന്നാണ് നമ്മൾ എടുക്കേണ്ടത്. ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ്, ഇനി നമുക്ക് എന്താണ്? വെള്ളത്തിന്റെ ഡെപ്ത് അറിയാം. എത്രയാ? 1. ഓക്കെ, 1 മീറ്റർ ആണ്. അതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ ബേസ് ഏരിയ, ദാറ്റ് ഈസ് യു നീഡ് ദി ഏരിയ ഓഫ് ദി ഹെക്സഗൺ, ഹെക്സഗണൽ ബേസ്. ഹെക്സഗണൽ ബേസിന്റെ ഏരിയ നമുക്ക് വേണം. അപ്പോൾ ഒരു ഹെക്സഗണിന്റെ ഏരിയ എങ്ങനെയാണ് നോക്കാം. ഇവിടെ നമുക്ക് റെഗുലർ ഹെക്സഗൺ ആണ് പറയുന്നത്. ഞാൻ ദാ ഇവിടെ ഇങ്ങനെ ഇതിനെ പാർട്ടീഷൻ ചെയ്യും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഓക്കെ, ഇതിനെ ദാ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്യുന്ന ഹെക്സഗണൽ ബേസിനെ പാർട്ടീഷൻ ചെയ്യും. ഓക്കെ, ഇതെത്രയാ? 2 മീറ്റർ. ദാ ഇതെത്രയാ? 2 മീറ്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത സമയത്ത് നോക്കിയാൽ മനസ്സിലാവും എന്താണ്? ഇവിടെ ഒരു ഇക്വിലാറ്റർ ട്രയാങ്കിൾ ആണ് വരുന്നത് അല്ലേ? അങ്ങനെ എത്ര ഇക്വിലാറ്റർ ട്രയാങ്കിൾ വരുന്നുണ്ട് അകത്ത്? 6 ഇക്വിലാറ്റർ ട്രയാങ്കിൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഹെക്സഗണിന്റെ ഏരിയ, ഒരു റെഗുലർ ഹെക്സഗണിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തെന്ന് എടുക്കാൻ പറ്റും? 6 ഇൻറ്റു ഏരിയ ഓഫ് ഇക്വിലാറ്റർ ട്രയാങ്കിൾ എന്ന് എടുക്കാൻ പറ്റും. അതായത് ഇങ്ങനെ എടുക്കാം, 6 ഇൻറ്റു √3/4 a² എന്ന് എടുക്കാനായിട്ട് സാധിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നമുക്ക് √3a²/4 ഒരു ഇക്വിലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയയും അങ്ങനെ 6 എണ്ണം വരുന്നത് കൊണ്ട് 6 ഇൻറ്റു √3/4 a² എന്ന് പറയുന്ന ഫോമിൽ എടുക്കും. ഇൻറ്റു ഡെപ്ത് ഓഫ് വാട്ടർ 1. ഓക്കെ, ഇസ് ഈക്വൽ ടു നമുക്ക് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് 6√3 ഇൻറ്റു 4. ഓക്കെ, ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 1. അപ്പൊ ഈ 4ഉം 4ഉം ക്യാൻസൽ ആയി നമുക്ക് എത്ര കിട്ടും? 6√3 എന്ന് പറയുന്നതാണ് ഉത്തരം. 6√3 മീറ്റർ ക്യൂബ് ഇസ് ദ വോളിയം ഓഫ് വാട്ടർ. ഓക്കെ, വെള്ളത്തിന്റെ വോളിയം. ഇപ്പൊ നിങ്ങൾക്ക് ഹെക്സഗണൽ ഹോളിന്റെ വോളിയം ആണ് കണ്ടുപിടിക്കുക. ഇത് പല തരത്തിൽ ചോദിക്കും. ചിലപ്പോൾ ചോദിക്കും ആ ഒരു ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ഹെക്സഗണൽ ഹോൾ, അത് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഹൈറ്റ് 3 മീറ്റർ തന്നെ എടുത്ത് ചെയ്യണം. ഇപ്പൊ നമുക്ക് വെള്ളം മാത്രമാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ബേസ് ഏരിയ ഇൻറ്റു ദ ഡെപ്ത് ഓഫ് വാട്ടർ എടുക്കുന്നുള്ളൂ. മറ്റത് ഹോളിന്റെ ആണ് ചോദിക്കുന്നതെങ്കിൽ ബേസ് ഏരിയ ഇൻറ്റു ഡെപ്ത് ഓഫ് ദി ഹെക്സഗണൽ ഹോൾ എടുക്കേണ്ടി വരും. ചില സമയം ഇനി എത്ര സ്പേസ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്, ബാക്കി ലെഫ്റ്റ് ചെയ്യുന്ന സ്പേസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വോളിയം ഓഫ് ദ ഹെക്സഗണൽ ഹോൾ മൈനസ് വോളിയം ഓഫ് എന്തെടുക്കേണ്ടി വരും? വാട്ടർ എടുക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ മാറിയും തിരിഞ്ഞും ചോദിക്കും. ഇനി ഒരു കാര്യം, 6√3 മീറ്റർ ക്യൂബ് ആണ് എനിക്ക് കിട്ടിയത് വോളിയം. പക്ഷെ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഹൗ മച്ച് ലിറ്റർ. ലിറ്റർ, എത്ര ലിറ്റർ വെള്ളം ഉണ്ടെന്നാ ചോദിക്കുന്നത്, എത്ര മീറ്റർ ക്യൂബ് വെള്ളം ഉണ്ടെന്നല്ല ചോദിച്ചത്.
ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഐ ഹാവ് ടു കൺവേർട്ട് മീറ്റർ ക്യൂബ് ഇൻടു ലിറ്റേഴ്സ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എപ്പോഴും ഒരു മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ലിറ്റേഴ്സ് ആണ്. ഒരു മീറ്റർ ക്യൂബ് 1000 ലിറ്റർ ഉൾക്കൊള്ളിക്കാൻ പറ്റും ഒരു മീറ്റർ ക്യൂബ് വോളിയം ഉള്ള ഒരു ഇത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 6√3 മീറ്റർ ക്യൂബ് ആണ് നമ്മളെ കയ്യിലുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര ലിറ്റർ എന്ന് അറിയാൻ എന്ത് ചെയ്യണം? 1000 കൊണ്ട് മൾട്ടിപ്ലൈ. That is 6000√3 liters is the answer. Okay, is it clear? 6000√3 liters is the total volume of water which is inside the hexagonal hole now. Okay, so let us move to our next question, and the question is a hollow prism of base, okay, base of square, okay, of side 16 centimeter. അത് ഹോളോ പ്രിസം എന്ന് പറഞ്ഞാൽ അകത്ത് സോളിഡ് അല്ലാത്ത പ്രിസം, അതാണ് ഉദ്ദേശിക്കുന്നത് ഹോളോ പ്രിസം. അതായത് അകത്ത് സ്പേസ് ഉണ്ട്. ഓക്കെ, അപ്പോ അത് എന്താണ്? 16 സെന്റിമീറ്റർ നീളമുള്ള ഒരു സ്ക്വയർ ആണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. ആൻഡ് അതിലേക്ക് എത്ര ഉയരത്തിൽ വെള്ളമുണ്ട്? 10 സെന്റിമീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ട്. ഇഫ് എ സോളിഡ് ക്യൂബ്, ഓക്കെ, ദാറ്റ് ഈസ് സോളിഡ് ആയിട്ടുള്ള ഒരു ക്യൂബ് ഞാൻ എന്ത് ചെയ്യുന്നു? അതിലേക്ക് ഇമേഴ്സ് ചെയ്തപ്പോ എന്ത് സംഭവിച്ചു? വെള്ളം സ്വാഭാവികമായിട്ടും പൊങ്ങും. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് വുഡ് ദ വാട്ടർ ലെവൽ റൈസ്? അങ്ങനെയാണെങ്കിൽ വെള്ളത്തിന്റെ ലെവൽ എത്ര ഉയരും എന്നാണ് ചോദിച്ചത്. ഇത് നിങ്ങൾ എന്താണ് ഫസ്റ്റ് ചില കുട്ടികൾ ചെയ്യുന്ന എങ്ങനെയാണ്? വോളിയം ഓഫ് എന്ത് കണ്ടുപിടിക്കും? ആദ്യം ഉണ്ടായിരുന്ന വോളിയം കണ്ടുപിടിക്കും. പിന്നെ രണ്ടാമത് സോളിഡ് ക്യൂബിന്റെ വോളിയം കണ്ടുപിടിക്കും. എന്നിട്ട് ഇതിനെയൊക്കെ സബ്ട്രാക്ട് ചെയ്യും. എന്നിട്ട് രണ്ടിന്റെ ഹൈറ്റ് ഡിഫറൻസ് നോക്കും. ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒരു സിമ്പിൾ ഐഡിയ മതിയാകും. ദാറ്റ് ഈസ്, ഇപ്പൊ നിങ്ങൾ ഇതാ ഇങ്ങോട്ടേക്ക് നോക്കുക. ഞാനിവിടെ ആ ഒരു പ്രിസം വരയ്ക്കുകയാണ്. ഓക്കെ, ഈ പ്രിസത്തിന്റെ അകത്ത് എന്താണ് നമുക്ക് പറയുന്നുണ്ട്? 16 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ബേസിന്റെ വീതി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിലിപ്പോ ഒരു 10 സെന്റിമീറ്റർ, ഓക്കെ, ഒരു 10 സെന്റിമീറ്റർ ഉയരത്തില് വെള്ളം ഉണ്ട് എന്നാണ് പറയുന്നത്. 10 സെന്റിമീറ്റർ ഉയരത്തിൽ ഇതിലേക്ക് എന്ത് ചെയ്തു? നമ്മളൊരു സോളിഡ് ക്യൂബ്, ഓക്കെ, നമ്മളൊരു സോളിഡ് ക്യൂബ് ഇതിലേക്ക് എന്ത് ചെയ്തു? ഇപ്പൊ ഇമേഴ്സ് ചെയ്തു. ഓക്കെ, ഇമേഴ്സ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? സ്വാഭാവികമായിട്ടും ഇവിടെ വെള്ളത്തിന്റെ അളവ് കൂടും, അല്ലെ? അപ്പൊ ഇവിടെ വെള്ളത്തിന്റെ അളവ് കൂടി. അത് എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. സപ്പോസ് ഞാൻ അതിനെ H എന്ന് വിളിക്കുകയാണ്, H സെന്റിമീറ്റർ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ദ ഐഡിയ ഇസ്, ഞാൻ ഇവിടെ എന്താണ് ഒരു സോളിഡ് ക്യൂബ് ആ വെള്ളത്തിലേക്ക് ഇട്ടു. അപ്പൊ കുറച്ച് വെള്ളം പൊങ്ങി. വാട്ട് ഇസ് ദ മീനിങ്? എന്താണ് നമ്മൾ അതിൽ പഠിച്ചിട്ടുള്ളത്? അതായത് നമ്മൾ ആ ഇട്ട, ദാറ്റ് ഈസ് ആ ഒരു വെള്ളത്തിലേക്ക് ഇമേഴ്സ് ചെയ്ത സോളിഡിന്റെ വോളിയവും ഇവിടെ എന്താണ് വാട്ടർ ലെവൽ ഉണ്ടായ ഒരു റൈസ് ഉണ്ടല്ലോ, ആ സമയത്തുള്ള വോളിയം ഓഫ് വാട്ടർ, ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ദ വോളിയം ഓഫ് വാട്ടർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് എനിക്ക് പറയാൻ പറ്റും വോളിയം ഓഫ് ക്യൂബ്, volume of solid cube is equal to volume of water. Okay, volume of water raised. നമ്മൾ അവിടെ നിന്ന് പൊങ്ങിയ വെള്ളത്തിന്റെ വോളിയത്തിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ സോളിഡ് ക്യൂബിന്റെ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ വി നോ ദാറ്റ് ഒരു ക്യൂബിന്റെ വോളിയം a ക്യൂബ് ആണ്, ദാറ്റ് ഈസ് നമുക്ക് 8 ആണ് അല്ലേ? സോ 8 into 8 into 8 which is equal to വോളിയം ഓഫ് വാട്ടർ റൈസ്ഡ്. ഈ വെള്ളം എവിടെ ഉള്ളത്? ഈ പറയുന്ന ഒരു സ്ക്വയർ പ്രിസത്തിന്റെ അകത്താണ് ഉള്ളത്. ഒരു സ്ക്വയർ പ്രിസത്തിന്റെ ബേസ് എന്തായിരിക്കും? ബേസും ടോപ്പും സ്ക്വയർ ആയിരിക്കും. അപ്പൊ നമുക്ക് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്ന ഫോമിലേക്ക് എടുക്കേണ്ടി വരും. അപ്പൊ ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ എത്രയാണ്? സ്ക്വയറിന്റെ ഏരിയ എത്രയാണ്? അതിന്റെ സൈഡ് ഇൻറ്റു സൈഡ് ആയിരിക്കും. സോ 16 into 16 ഇൻറ്റു എന്താണ് നമ്മുടെ ഹൈറ്റ് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ഈ ഹൈറ്റ് ആണ് കേട്ടോ. കാരണം വോളിയം ഓഫ് വാട്ടർ റൈസ്ഡ് ആണ് ഉദ്ദേശിക്കുന്നത്, അത് നമ്മൾ H ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കുക. 8 2 times 8 2 times ആൻഡ് ഇത് 4 ഉണ്ട്, ഇത് രണ്ടുകൂടെ ക്യാൻസൽ ആണ്, ഇത് 2. അപ്പോൾ എനിക്ക് ഹൈറ്റ് എത്ര കിട്ടി? ഹൈറ്റ് ഈസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ. ദാറ്റ് ഈസ് വെള്ളം എത്ര റൈസ് ചെയ്തു? 2 സെന്റിമീറ്റർ ആണ് വെള്ളം എന്ത് ചെയ്തത്? റൈസ് ചെയ്തത്. ഓക്കെ, ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ രീതിയിൽ ചെയ്യാം. ദാറ്റ് ഈസ് ഇത്രയും നിങ്ങൾ ആലോചിക്കേണ്ടു. ആ വെള്ളത്തിലേക്ക് ഇട്ട സോളിഡ് ക്യൂബിന്റെ വോളിയവും അവിടെ വെള്ളത്തിനുണ്ടായ ആ ഒരു ഉയരമുണ്ടല്ലോ, അപ്പോൾ ആ ഉയരത്തിലേക്ക് ഉയർന്ന വെള്ളത്തിന്റെ വോളിയവും സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടോട് ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റും. വോളിയം ഓഫ് ദ സോളിഡ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ സോളിഡ് ഇമേഴ്സ്ഡ് ഇൻ ദ വാട്ടർ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദി വാട്ടർ റൈസ്ഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എടുത്താൽ ആ എടുക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് ആ ഉയരം, വെള്ളം അത് ഇതിലേക്ക് ഇട്ട സമയത്തുണ്ടായ ഉയരമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ബാക്കി എല്ലാം പഴയതുപോലെ തന്നെ ഇതിൽ പൊതുവായിട്ടുള്ള ക്യാൻസലേഷൻസ് എല്ലാം ചെയ്താൽ ഇത് ഓരോന്നും ചെയ്തെടുക്കുമ്പോൾ സമയം എടുക്കും. ഇപ്പോൾ ഈ 8 into 8 into 8 ചെയ്യുമ്പോൾ തന്നെ എന്താണ് നമുക്കൊരു 516 12 ആ ഫോമിൽ കിട്ടും. ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 256 2 5 6 നെക്സ്റ്റ് ഹൈറ്റ് കൂടെ വരുമ്പോഴത്തേക്കും 0. അപ്പോൾ വലിയ വലിയ നമ്പേഴ്സ് കിട്ടും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇക്വേറ്റ് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക, യു വിൽ ഗെറ്റ് ആൻസർ വെരി ഈസിലി. Okay, so I hope this is very much understandable. Thank you.